സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കുന്ന ആളാണ് നമ്മുടെ ബാലയ്യ. നമ്മുടെ ബാലയുടെ കല്യാണം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഡാഡി ഗിരിജ വന്ന് കല്യാണ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവരുത്തും. എന്നിട്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ പറയും. എന്റെ വീട്ടിൽ എരിവില്ലാതെ ഭക്ഷണം കഴിക്കുകയുമില്ല, അഹങ്കാരമില്ലാതെ ജീവിക്കുകയുമില്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? വില്ലനും വില്ലന്റെ ഗ്യാങ്ങും ഒക്കെ റെയിൽവേ ട്രാക്കിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് ഒരു ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വേറെ 2 കാർ അങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ വില്ലൻ വിചാരിക്കും അതിൻ്റെ അകത്ത് നമ്മുടെ ബാലയുണ്ട്. എന്നാൽ ഗൈസ് അവിടെയാണ് ട്വിസ്റ്റ്. അണ്ണൻ കാറിന്റെ അകത്തല്ല, അണ്ണനാണ് ട്രെയിൻ ഓടിച്ചോണ്ട് വരുന്നത്. അതെങ്ങനെ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർന്നാ ചേച്ചി എന്നും പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. എന്നിട്ട് ആ ട്രെയിനും കൊണ്ട് പോയിട്ട് ഗുണ്ടകൾ പാർക്ക് ചെയ്ത കാറെല്ലാം ഇടിച്ച് പറപ്പിക്കും. എന്നിട്ട് ഡോറും തുറന്ന ഒരു വരവുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് കല്യാണ പെണ്ണ് പറയും, ആനയ്ക്ക് അഹംഭാവം കൂടുതലാ, സിംഹത്തിന് വിശപ്പ് കൂടുതലാ. വിശക്കുന്നുണ്ടല്ലേ? ഇതേ സമയം 2 പേര് കാറിൽ പറന്നു വന്നിട്ട് നമ്മുടെ അണ്ണന്റെ കയ്യിലോട്ട് അണ്ണന്റെ മെയിൻ വെപ്പൺ അങ്ങ് കൊടുക്കും. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് ഫൈറ്റിനിടയിൽ കല്യാണ പെണ്ണ് അണ്ണനെ വിളിക്കും. അപ്പൊ അണ്ണൻ പറയും, ഇനിയാണ് ട്വിസ്റ്റ്. ഡാഡി ഗിരിജ കല്യാണ പെണ്ണിനെ കത്തി വെച്ച് കുത്തിയായിരുന്നു. അയ്യോ, എപ്പോ? കല്യാണ പന്തലിൽ വെച്ച് കത്തി കുത്തിയിട്ട് റെയിൽവേ ട്രാക്കിൽ വെച്ച് കത്തി ഊരി. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കല്യാണ പെണ്ണ് മരിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണോ? ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഒടുക്കത്തായിസ. ഈ ഒരു സമയത്ത് സാധാരണ ആൾക്കാർ ചെയ്യുന്ന നേരെ ആശുപത്രിയിലോട്ട് പോകും. എന്നാൽ നമ്മുടെ അണ്ണൻ പെണ്ണിനെയും കൂടെ നേരെ വീട്ടിലോട്ട് പോയിട്ട് ഡോക്ടറിനെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തും. അടിപൊളി. എന്നിട്ട് ഡോക്ടർ ചികിത്സിക്കുന്ന ഇടയിൽ പെണ്ണ് മരിച്ചു പോകും. പെണ്ണ് മരിച്ചുപോയെന്ന് മനസ്സിലാക്കി നമ്മുടെ അണ്ണൻ ആകെ അങ്ങ് തകർന്നു പോകും. ചിരിക്കരുതേ ചേട്ടാ. ചേട്ടാ, കാട്ടോർമ്മ ചേട്ടാ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു.